പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ദേശീയ നേതാക്കളെ നേരിട്ട് കൊണ്ടുവന്നാണ് പാർട്ടികൾ പ്രചാരണം ശക്തമാക്കുന്നത്. നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാളും വോട്ട് ചോദിച്ച് പഞ്ചാബിൽ എത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ദേശീയ നേതാക്കളെ ഗോദയിലിറക്കി പ്രചരണം ശക്തമാക്കുകയാണ് കോൺഗ്രസും ബി.ജെ.പിയും ആം ആദ്മിയും. ദേശീയതയും മണ്ണിന്റെ മക്കൾ വാദവും ഉയർത്തിയാണ് അകാലിദൾ ബി.ജെ.പി സഖ്യത്തിന്റെ പ്രചാരണം. മാൽവയിൽ പ്രചരണ റാലിക്ക് നേരിട്ടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആം ആദ്മി പുറത്തുനിന്നുള്ള പാർട്ടിയാണെന്നും ഡൽഹിയിൽ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ പോലും നടപ്പാക്കിയിട്ടില്ലെന്നും ആരോപിച്ചു. അതിർത്തി സംസ്ഥാനമായ പഞ്ചാബിൽ ആക്രമണത്തിനായി പാകിസ്ഥാൻ കാത്തിരിക്കുകയാണെന്നും സംസ്ഥാനത്തെ സംരക്ഷിക്കാൻ അകാലിദൾ ബി.ജെ.പി സഖ്യത്തിന് അധികാര തുടർച്ച നൽകണമെന്നും മോദി ആവശ്യപ്പെട്ടു. എന്നാൽ അഴിമതിക്കെതിരെ സംസാരിക്കുകയും അഴിമതിക്കാരായ അകാലിദളുമായി സഖ്യത്തിൽ ഏർപ്പെടുകയാണ് ബി.ജെ.പി എന്ന് ആം ആദ്മി പ്രതികരിച്ചു. 10 വർഷത്തെ ബി.ജെ.പി അകാലിദൾ ഭരണത്തിൽ പഞ്ചാബിലെ 70% യുവാക്കളും ലഹരിക്കടിമയാണെന്നും അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ ലഹരിമുക്തമാക്കുമെന്നും വ്യക്തമാക്കിയാണ് കോൺഗ്രസിന്റെ പ്രചാരണം. എന്നാൽ പഞ്ചാബികളെല്ലാം ലഹരിക്കടിമകളാണെന്ന് വരുത്തി തീർക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്ന് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി ത്രികോണ മത്സരത്തിനാണ് സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.